ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു പച്ചക്ക മെഴുക്കുരട്ടിയാണ്. ഇത് നമ്മുടെ ഏത്തക്ക അല്ല, സാധാരണ നമ്മൾ സാമ്പാറിലൊക്കെ ഇടാൻ വേണ്ടിയും ഒക്കെ വരുന്ന ഒരു കായാണ്. അപ്പോൾ ഈ കാ കൊണ്ടുള്ള ഒരു നല്ലൊരു മെഴുക്കുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിതുപോലത്തെ 2 പച്ചക്ക എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ആവശ്യമുണ്ട്, 2-3 പച്ചമുളക്, 2 വറ്റൽമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഈ പച്ചക്ക നമുക്കൊന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് വേണം നമുക്ക് ഈ അരിഞ്ഞിട്ട് കൊടുക്കാൻ. അപ്പോൾ കായുടെ പുറത്തെ ഈ പച്ച കളറുള്ള തൊലി മാത്രം ഒന്ന് ചെറുതായിട്ട് കളഞ്ഞെടുക്കാം. ആ പുറത്തെ തൊലി മാത്രം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ നെടുകെ കണ്ടിച്ചതിന് ശേഷം ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. ചെറിയ സ്ക്വയർ പീസുകളാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. മുറിച്ച് വെള്ളത്തിലേക്ക് വേണ്ടി ഇട്ട് കൊടുക്കാൻ. ഇനിയും വെള്ളത്തിൽ നിന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമുക്കെടുക്കാം. നമ്മളൊരു പാൻ എടുത്തു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് മുറിച്ച് വെച്ച കഴുകി വൃത്തിയാക്കിയ നമ്മളുടെ വാഴയ്ക്ക ഇട്ട് കൊടുക്കാം. വാഴക്കയുടെ കറയെല്ലാം കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കി എടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നു. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് സമയം നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇതുപോലെ നല്ലതുപോലെ കുറേ സമയം ഇളക്കിയിട്ട് കൊടുക്കാം. അതിന് ശേഷം അടപ്പൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം കഴിഞ്ഞ് നമുക്ക് അടപ്പ് തുറക്കാം. അടപ്പ് തുറന്ന് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നു. നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുന്നു. വീണ്ടും നമുക്ക് അടപ്പൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നല്ലതുപോലെ.
ഇപ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അടപ്പൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നമുക്കൊന്നുകൂടെ തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നു. ഇരുമ്പ് ചീനച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇരുമ്പ് ചീനച്ചട്ടിയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലതായിട്ട് ഇളക്കിയിട്ട് കൊടുത്തു. വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഏകദേശം വാഴക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വാഴക്കയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. ശകലം പോലും നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. എന്നാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കുകയും ചെയ്യരുത്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ് ഇത്. പ്ലേറ്റിനകത്ത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.